Good morning. Today going to talk about capacity planning. Operation management എന്ന സബ്ജക്റ്റിലെ 5th യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് capacity planning. Capacity refers to the maximum load an operating unit can handle. Capacity of the plant is the maximum rate of output the plant can produce. Capacity എന്ന് പറയുന്നത് ആ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം റേറ്റ് ഓഫ് ഔട്ട്പുട്ടിനെയാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. കപ്പാസിറ്റി ഇസ് എ സീലിംഗ് ഓൺ മാക്സിമം ലോഡ് ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഹാൻഡിൽ അറ്റ് എ ഗിവൺ പോയിന്റ് ഓഫ് ടൈം. ആ ഗിവൺ പോയിന്റ് ഓഫ് ടൈമിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആ സീലിങ്ങിനെ എത്രയാണോ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് അതിനെയാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. കപ്പാസിറ്റിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ഓഫ് കപ്പാസിറ്റി, ഡിസൈൻ കപ്പാസിറ്റി, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയും. പ്രിലിമിനറി എസ്റ്റിമേറ്റ് ദ കപ്പാസിറ്റി ഇസ് ഡൺ ബേസ്ഡ് ഓൺ ലോങ്ങർ റേഞ്ച് ഓഫ് ഫോർകാസ്റ്റ് എക്സ്റ്റെൻഡിങ് 5 to 10 years ഇൻ ദ ഫ്യൂച്ചർ. ഒരു 5-10 വർഷത്തിനുള്ളിൽ നമ്മൾ അതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കപ്പാസിറ്റീനെയാണ് നമ്മൾ ഡിസൈൻഡ് കപ്പാസിറ്റി എന്ന് പറയും. നമ്മളൊരു ഗ്ലാസ് എടുക്കുമ്പോൾ ആ ഗ്ലാസ്സിൽ ഫുള്ളായിട്ടുള്ള വെള്ളം നിറയ്ക്കുകയാണ്, അതിനെയാണ് അതിൻ്റെ ഡിസൈൻഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദെൻ സ്റ്റീൽ ഫാക്ടറി മേ ഡിസൈൻ ടു പ്രൊഡ്യൂസ് 100 tons പെർ ഡേ. ഒരു ദിവസം 100 ടണ്ണ് ആ സ്റ്റീൽ ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് ഡിസൈൻഡ് കപ്പാസിറ്റി. നെക്സ്റ്റ് വരുന്നത് സിസ്റ്റം കപ്പാസിറ്റി. ഇസ് എ മാക്സിമം ഔട്ട്പുട്ട് ഓഫ് സ്പെസിഫിക് പ്രൊഡക്റ്റ് ഓർ പ്രൊഡക്റ്റ് മീൻ എ പ്രൊഡക്ഷൻ സിസ്റ്റം ക്യാൻ പ്രൊഡ്യൂസ് ഇറ്റ് ലെസ് ദാൻ ഡിസൈൻഡ് ഓർ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. അതായത് സിസ്റ്റം കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്ത കപ്പാസിറ്റി മുഴുവനായിട്ട് നമുക്ക് പലപ്പോഴും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു മാക്സിമം ഔട്ട്പുട്ട് മാത്രമേ അതിന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് പല ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. പ്രോഡക്റ്റ് മിക്സ് കറക്റ്റ് ആയില്ലെങ്കിൽ, ക്വാളിറ്റി സ്പെസിഫിക്കേഷൻ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി, ഫുള്ളായിട്ടുള്ള കപ്പാസിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ക്വാളിറ്റി അതിൽ പറ്റില്ല. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ മാക്സിമം ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി, നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള കപ്പാസിറ്റി നമുക്ക് ഫുള്ളായിട്ട് ചിലപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. അതാണ് സിസ്റ്റം കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് അതിന് ഫുൾ ഗ്ലാസ് നമ്മൾ ഒരിക്കലും വെള്ളം നിറയ്ക്കാറില്ല. ഒരു സർട്ടൻ ലെവൽ താഴ്ത്തിയിട്ടാണ് നിറയ്ക്കുക. നമുക്കിപ്പോൾ എന്തെങ്കിലും അതിലിട്ടിട്ട് മിക്സ് ചെയ്യണമെങ്കിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുള്ള് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്പില്ലായി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു മിനിമം ലെവൽ വരെയാണ് നമ്മൾ നിറയ്ക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി അത്രയും ഉണ്ടെങ്കിലും അത്ര നമ്മൾ സിസ്റ്റം കപ്പാസിറ്റി ഉണ്ടാവില്ല. സിസ്റ്റം കപ്പാസിറ്റി ഒരു ലെവൽ താഴ്ന്നാണ് ഇരിക്കുക. ഇനി ഫിക്സഡ് കപ്പാസിറ്റി റെഫേഴ്സ് ടു ദ ക്യാപിറ്റൽ അസറ്റ് എ ഫേം പോസസ് എ പെർട്ടിക്കുലർ ടൈം ഇറ്റ് കനോട്ട് ബി ഈസിലി ചേഞ്ച് ഷോർട്ട് റൺ. അതായത് നമ്മൾ അതിൻ്റെ കൂടെ വേണ്ട ക്യാപിറ്റൽ അസറ്റ്സ് എല്ലാതും കൂടി ചേർത്ത് വെച്ചിട്ടാണ് നമുക്കത് ആ സിസ്റ്റം കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു ഫിക്സഡ് ഒരു ലിമിറ്റ് നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഒരു ഫിക്സഡ് കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ അത്രയും ഉണ്ടെങ്കിലും നമുക്ക് എപ്പോഴും അത്ര കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരു ലിമിറ്റായിട്ട് നമ്മൾ നിർത്തുന്നത്, അതാണ് ഫിക്സഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു റേഞ്ച് ഓഫ് പ്രൊഡക്ഷൻ എണ്ണം ആണ് ഫിക്സഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അഡ്ജസ്റ്റബിൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആൾക്കാർ കൂടുതലുണ്ടാവുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ എണ്ണം കൂടുതൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു മിനിമം ഇപ്പോൾ 100% ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒരു ഫിക്സഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 75%. എല്ലാ വർക്കേഴ്സും ആൾക്കാരൊക്കെ ഉണ്ട്, മെറ്റീരിയലൊക്കെ വെച്ചിട്ട് നമുക്കൊരു 75% മാത്രമാണ് ഫിക്സഡ് കപ്പാസിറ്റി പറയാൻ പറ്റുള്ളൂ. 80% സിസ്റ്റം കപ്പാസിറ്റി ഉണ്ടാകും. വേരിയബിൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സമയത്തിനനുസരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റുന്നത്. ഇമീഡിയറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മെയ്ഡ് അവൈലബിൾ കറണ്ട് ബഡ്ജറ്റ് പീരീഡ്. അതായത് നമുക്ക് ബഡ്ജറ്റ് പീരീഡിൽ അവൈലബിൾ ആവുന്ന, അതായത് ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് ചില സമയങ്ങളിൽ മാത്രം കിട്ടുന്ന ഒരു കപ്പാസിറ്റിയാണ് ഇമീഡിയറ്റ് കപ്പാസിറ്റി. ചില സമയത്ത് നമുക്ക് വോൾട്ടേജ് കൂടുതലുള്ള സമയത്ത് കുറച്ചും കൂടി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പീക്ക് ടൈമിൽ നമുക്ക് കിട്ടുന്നതാണ് ഇമീഡിയറ്റ് കപ്പാസിറ്റി. പൊട്ടൻഷ്യൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര വരെ മാക്സിമം എത്ര വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതാണ് പൊട്ടൻഷ്യൽ. അതിൻ്റെ സാധ്യത എത്ര വരെയുണ്ട്, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി വരെ നമുക്ക് സാധ്യതയുണ്ട്. ഇനി ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അത് ഉപയോഗിക്കാവുന്ന കപ്പാസിറ്റി, നമ്മുടെ കയ്യിലുള്ള സ്റ്റാഫും മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്ന കപ്പാസിറ്റിയാണ്. പ്രാക്ടിക്കലി നമുക്ക് ഉപയോഗിക്കാവുന്ന 75 to 85% ആണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഇഫക്റ്റീവ് ഓർ പ്രാക്ടിക്കൽ കപ്പാസിറ്റി. നെക്സ്റ്റ് വരുന്നത് നോർമൽ കപ്പാസിറ്റി, റേറ്റഡ്. ദ എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഓർ പ്രൊഡക്ഷൻ ഷുഡ് ബി നോർമലി അച്ചീവ്ഡ് ബൈ ടേക്കിംഗ് കൺസിഡറേഷൻ ഓഫ് ദ ഓവറോൾ എഫിഷ്യൻസി. നമ്മൾ ഫുള്ളായിട്ട് ഉപയോഗിച്ചാൽ നമ്മൾ നോർമൽ കപ്പാസിറ്റി, ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റിയും നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് ചിലപ്പോൾ കിട്ടാറില്ല. അതായത് അതിനുള്ള സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഫുള്ളായിട്ട് കിട്ടുള്ളൂ. അതാണ് നോർമൽ കപ്പാസിറ്റി. ആ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റിയുടെയും താഴെയായിരിക്കും നോർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ആക്ച്വൽ ഓർ യൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി, അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുക. ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ദിവസം 1000 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാവുന്ന കമ്പനിയാണ്
ആണെങ്കിൽ അതിൻ്റെ ഒരു 800 എണ്ണം വരെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സിസ്റ്റം കപ്പാസിറ്റി അനുസരിച്ച് 800 വരെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ സാധാരണ പ്രാക്ടിക്കലി 75 എണ്ണേ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ ആവശ്യമുള്ളത് 50 എണ്ണേ ഉള്ളൂ. അപ്പോൾ 50 എണ്ണമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതാണ് ആക്ച്വൽ കപ്പാസിറ്റി. നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി പീക്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അച്ചീവ് അണ്ടർ ദ ഐഡിയൽ കണ്ടീഷൻസ്. ചില കണ്ടീഷനിൽ ചില സമയങ്ങളിൽ കൂടുതൽ എണ്ണ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വേറെ ഒന്നും വർക്കുകളൊന്നും ഇല്ലെങ്കിൽ ചില സമയത്ത് പീക്ക് ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോണിലൊക്കെ ചില സമയത്ത് ഓഫറുകളൊക്കെ തരുന്നത് പീക്ക് ടൈമിൽ നമുക്ക് കൂടുതൽ നെറ്റ് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് പീക്ക്. നമുക്ക് വേറെ വോൾട്ടേജൊക്കെ നന്നായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പീക്ക് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ എണ്ണ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എക്സസ് കപ്പാസിറ്റി ഓർ സർപ്ലസ് കപ്പാസിറ്റി, അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ സീസണിലൊക്കെ നമുക്ക് അതിലും കൂടുതൽ എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് എക്സസ് കപ്പാസിറ്റി അല്ലെങ്കിൽ സീസണൽ സർപ്ലസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ബോട്ടിൽ നെക്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിധി വരെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഒരു വർക്കിംഗ് ടൈം ഉണ്ടെങ്കിൽ ആ ടൈം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല. അതുപോലെ പവർ ഫെയിലിയർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ലിമിറ്റ് ദ സിസ്റ്റം കപ്പാസിറ്റി ആൻഡ് ഔട്ട്പുട്ട്. നമുക്ക് ആ സിസ്റ്റം കപ്പാസിറ്റീനെ ലിമിറ്റ് ചെയ്യുന്നതാണ് ബോട്ടിൽ നെക്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഫാക്ടറി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, കപ്പാസിറ്റി മെഷർ ചെയ്യുന്നത്? ഓട്ടോമൊബൈൽ ഫാക്ടറി, നമ്പർ ഓഫ് ഓട്ടോമൊബൈൽ, സ്റ്റീൽ ഫാക്ടറി, ടൺ ഓഫ് സ്റ്റീല്, കെമിക്കൽ ഫേം, ലിറ്റർ ഓഫ് കെമിക്കൽസ്, ടെക്സ്റ്റൈൽ മില്ല്, സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത്. അതാണ് നമ്മൾ മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ.